അതിരുകളില്ലാത്ത ദൃഢതയാർന്ന ബന്ധമാണ് ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ളത്. ഇരു രാജ്യങ്ങളും ഇനിയും കൈകോർത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം. കോവിഡ് മഹാമാരി ലോക രാജ്യങ്ങളെ അടക്കം പിടിച്ചു കുലുക്കിയപ്പോഴും മൗറീഷ്യസിന് കരുത്തായി നമ്മൾ വാക്സിൻ ഉൾപ്പെടെയുള്ളവ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഏതൊരു ഘട്ടത്തിലും ഇരു രാജ്യങ്ങളും ഒരു കുടുംബം പോലെയാണ് നിലകൊണ്ടിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. നമുക്കറിയാം, മറ്റു പല രാജ്യങ്ങൾക്കും കൈത്താങ്ങായി നിലകൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ. സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ പോലും വെറുങ്കയോടെ മടക്കി അയക്കുന്ന സ്വഭാവക്കാരനല്ല നരേന്ദ്രമോദി. അത് അല്ല എന്നുള്ളത് അദ്ദേഹം ഓരോ കാര്യങ്ങളിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. 48% ഹിന്ദുക്കൾ അധിവസിക്കുന്ന മൗറീഷ്യസിൽ മോദിയുടെ പ്രസൻസ് നൽകിയ ഓളം ചെറുതൊന്നുമല്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്തിനധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പോലും മോദിക്ക് ലഭിക്കുന്ന ആദരവും സ്വീകരണവും അത്ര തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ജിഹാദികളുടെയും ഒക്കെ കണ്ണു തള്ളുന്ന ജനവികാരമാണ് മോദി പ്രഭാവത്തിൽ അലയടിക്കുന്നതും. നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളില്ല. ഇന്ത്യയുടെ സമുദ്ര മേഖലയിലെ പ്രധാന പങ്കാളിയാണ് മൗറീഷ്യസ്. എല്ലാ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്കെത്തും. ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള സഹകരണം സർക്കാർ സ്വകാര്യ മേഖലകളുടെ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. പ്രകൃതി ദുരന്തമായാലും കോവിഡ് മഹാമാരി ആയാലും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ഒരു കുടുംബം പോലെ ഞങ്ങൾ എല്ലായ്പ്പോഴും പരസ്പരം നിലകൊണ്ടിട്ടുണ്ട്. കോവിഡ് മഹാമാരി അകപ്പെട്ടിരുന്നപ്പോൾ തന്നെ 1 ലക്ഷം വാക്സിനുകളും അവശ്യ മരുന്നുകളും മൗറീഷ്യസിൽ വിതരണം ചെയ്ത ആദ്യ രാജ്യമായിരുന്നു ഇന്ത്യ. മൗറീഷ്യസ് പ്രതിസന്ധി നേരിട്ടപ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് ഇന്ത്യയായിരുന്നു. മൗറീഷ്യസ് പുരോഗതി കൈവരിക്കുമ്പോൾ ആദ്യം ആഘോഷിക്കുന്നതും ഇന്ത്യയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞതും. മൗറീഷ്യസിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മുഖ്യ അതിഥിയായിട്ടാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയതും. അതേസമയം അദ്ദേഹം ഇതിനു മുൻപ് മൗറീഷ്യസ് സന്ദർശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധത്തിന് 27 വർഷത്തെ പഴക്കമുണ്ട്. 1998 മൊക്കയിൽ നടന്ന അന്താരാഷ്ട്ര രാമായണ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മോദി രാജ്യം സന്ദർശിച്ചിരുന്നു. അക്കാലത്ത് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ശ്രീരാമന്റെ മൂല്യങ്ങളെക്കുറിച്ചും ഇന്ത്യയെയും മൗറീഷ്യസിനെയും ഒന്നിപ്പിക്കുന്നതിൽ രാമായണത്തിന്റെ പങ്കിനെക്കുറിച്ചും അന്ന് മോദി സംസാരിച്ചിരുന്നു. 2014, 2019, 2024 വർഷങ്ങളിൽ പ്രധാനമന്ത്രിയായുള്ള മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലും മൗറീഷ്യസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു. G20 സമ്മേളനത്തിൽ പ്രത്യേക ക്ഷണിതാവായി മൗറീഷ്യസിനെയും ഇന്ത്യ ക്ഷണിച്ചിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊള്ളുന്ന മൗറീഷ്യസിന് വലിയ പ്രാധാന്യമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നതെന്നതും വ്യക്തമായ കാര്യമാണ്. ഇതേ പ്രാധാന്യം അദ്ദേഹം ഇപ്പോഴും നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഭാവിയിലും ഇന്ത്യക്കൊപ്പം തന്നെ മൗറീഷ്യസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോദി ചെയ്യുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.